വെൽക്കം ടു അവർ ചാനൽ ഹിന്ദി എജ്യുലേൺ. ഹിന്ദി എജ്യുലേണിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ 5th യൂണിറ്റിലെ ബൂന്തോം കാ ഗീത് എന്ന് പറയുന്ന യൂണിറ്റിലെ പാനി എന്ന് പറയുന്ന പോയമാണ്. പാനി എന്ന് പറയുന്ന ഈ കവിത എഴുതിയിട്ടുള്ളത് ത്രിലോക് സിംഗ് ടക്കുരേല. ജൽമുർഗിയെക്കുറിച്ചൊക്കെയുള്ള ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാനി എന്ന് പറയുന്ന ത്രിലോക് സിംഗ് ടക്കുരേലയുടെ ഒരു കവിതയാണ്. പാനി എന്താണ്? പാനി നമുക്കറിയാം, വെള്ളമാണല്ലേ. അപ്പം വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു കവിതയിലൂടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി നിങ്ങളോട് വെള്ളത്തെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള പോസ്റ്ററൊക്കെ പരീക്ഷയിൽ ചോദിച്ചേക്കാം. നിങ്ങൾക്ക് ഓരോ പോയിന്റുകളും നമ്മൾ പഠിച്ച് വെക്കണം. കാരണം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഇങ്ങോട്ടേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറേ ജീവികളുടെ പേര്, കുറേ വസ്തുക്കളുടെ പേര്, ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ചിത്രങ്ങളൊക്കെ തന്നിട്ട് അതിൻ്റെ പേര് എഴുതാനും അവ യോജിച്ചത് എടുത്തെഴുതാനും ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വാക്കും വിട്ടു പോകാതെ പഠിക്കുക. നമുക്ക് നോക്കാം പാഠഭാഗം. പാനി, ത്രിലോക് സിംഗ് ടക്കുരേല. 5th സ്റ്റാൻഡേർഡിലെ മക്കളാണ് നിങ്ങൾ. പല കുട്ടികൾക്കും വായിക്കാനും എഴുതാനും ഒക്കെ പ്രയാസം നേരിടുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ വരും ക്ലാസ്സുകളിലായി ഈ ചാപ്റ്ററും കൂടെ കഴിഞ്ഞ് ഇതിൻ്റെ ആക്ടിവിറ്റി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഹിന്ദി എങ്ങനെ എഴുതാം, വായിക്കാം, അതിനെ സെൻറ്റൻസുകൾ കൂട്ടി എഴുതാം. ഇനിയിപ്പോൾ ഒരു ഡയറിയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതുന്നത് എങ്ങനെ, അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ തുടർന്നിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് ദിവസങ്ങളിൽ കിട്ടുകയുള്ളൂ. ഈ അധ്യയന വർഷം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 5ാം ക്ലാസ്സിലാണ്. നിങ്ങൾ ഹിന്ദി നന്നായിട്ട് എഴുതാനും വായിക്കാനും ഇപ്പം തന്നെ പഠിച്ചു വെച്ചെങ്കിലേ പഠിച്ച് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ 6th സ്റ്റാൻഡേർഡിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഒരു പേടിയും കൂടാതെ ഹിന്ദി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി നമ്മുടെ ഈ പാഠഭാഗം കൂടി കഴിഞ്ഞ ശേഷം 5ാം ക്ലാസ്സുകാർക്കായിട്ട് ബേസിക് മുതലുള്ള കാര്യങ്ങൾ, അക്ഷരങ്ങൾ തുടങ്ങി ചിഹ്നങ്ങൾ തുടങ്ങി കൂട്ടി യോജിപ്പിക്കുന്ന വാക്കുകൾ മുതലായിട്ടുള്ള ഗ്രാമർ ക്ലാസ്സുകളടക്കം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോക്കാം നമുക്ക് പാഠഭാഗം. पानी से हर बूंद बनी है पानी का ही सागर, नभ में बादल दौड़ लगाते भर पानी की गागर. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പാനീസെ, വെള്ളത്താൽ. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. പാനീസെ വെള്ളത്താൽ, ഹർ ബൂന്ത് ഓരോ തുള്ളിയും, ബനീഹെ നിർമ്മിച്ചിരിക്കുന്നു. ഓരോ തുള്ളിയും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വെള്ളത്താലാണ്. അപ്പോൾ ഹർ ബൂന്ത് ബനീഹെ ക്യാസെ പാനീസെ. ഓരോ ബൂന്ത്, ഹർ എന്ന് പറഞ്ഞാൽ ഓരോ, ബൂന്ത് എന്ന് പറഞ്ഞാൽ തുള്ളി, ബനി എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക. അപ്പോൾ വെള്ളത്താലാണ് ഓരോ തുള്ളിയും നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പറയുകയാണ് പാനി കാഹി സാഗർ. സാഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം. സമുദ്രവും എന്താലുള്ളതാണ്? പാനി കാഹേ, വെള്ളത്താലുള്ളതാണ് സമുദ്രവും. അപ്പം ഓരോ തുള്ളിയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വെള്ളത്താലാണ്. സമുദ്രത്തിലും എന്താണുള്ളത്? വെള്ളമാണുള്ളത്. അല്ലെങ്കിൽ സമുദ്രവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വെള്ളത്താലാണ്. നെക്സ്റ്റ് 3rd ലൈനിലേക്ക് വരുമ്പോൾ നഭ് മേ ബാദൽ ദൗഡ് ലഗാത്തേ. നഭ് ആകാശം. നഭ് മേം എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ അല്ലെങ്കിൽ ആകാശത്ത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് വരുന്ന കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളൊക്കെ ഇല്ലേ, അതിനുപയോഗിച്ചുകൊണ്ടൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. നഭ് മേ ബാദൽ ദൗഡ് ലഗാത്തേ, ആകാശത്തിലെ മേഘം ദൗഡ് ലഗാത്തേ, ഓടിത്തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആകാശത്തിലൂടെ മേഘം ഇങ്ങനെ ഓടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ആകാശത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ദൗഡ് ലഗാത്തെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓടിത്തുടങ്ങുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ബാദൽ ദൗഡ് ലഗാത്തെ, മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഭർ പാനി കി ഗാഗർ. ഗാഗർ എന്ന് പറഞ്ഞാൽ കുടമാണ്. വെള്ളം നിറച്ച കുടത്തെയാണ് ഗാഗർ എന്ന് പറയുന്നത്. എന്നാൽ വെള്ളം നിറച്ച കുടങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മുടെ മേഘത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗാഗർ എന്ന് പറഞ്ഞാൽ കുടമാണ്. ഭർ പാനി വെള്ളം നിറച്ച. അപ്പം എങ്ങനെയാണ്? കാർമേഘത്തിൻ്റെ ഉള്ളിലും എന്താണുള്ളത്? പാനിയാണുള്ളത് അല്ലേ. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? പാനി സേ ഹർ ബൂന്ത് ബനീഹെ, വെള്ളത്താലാണ് ഓരോ തുള്ളിയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പാനി കാഹി സാഗർ, വെള്ളത്താൽ തന്നെയാണ് സമുദ്രവും ഉള്ളത്. നഭമേ ബാദൽ ദൗഡ് ലഗാത്തെ, ആകാശത്തിലെ മഴമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങുന്നു. ഭർ പാനി കി ഗാഗർ, വെള്ളം നിറച്ച കുടവുമായി. ഇവിടുത്തെ അർത്ഥം നമുക്കറിയാം. പാനി വെള്ളം, ഹർ എന്ന് പറഞ്ഞാൽ ഓരോ, ബൂന്ത് എന്ന് പറഞ്ഞാൽ തുള്ളി, സാഗർ സമുദ്രം, നഭ് ആകാശം, ബാദൽ മേഘം,
ഗാഗർ കുടം, ഭർ എന്ന് പറഞ്ഞാൽ നിറയെ. സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ പാനി സേ ഹി ബഹത്തെ ചർനെ നദിയാ നാലെ ബഹത്തെ, താൽ തലയ്യ ചീൽ സരോവർ പാനി സേ ഭർ രഹത്തെ. അപ്പം എന്താണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്? പാനി സേഹി വെള്ളത്താൽ തന്നെയാണ്, ബഹത്തെ ഒഴുകുന്നത്, ആര്? ചർനെ അരുവികൾ. അരുവികൾ ഒഴുകുന്നതും വെള്ളത്താലാണ് അല്ലേ? വെള്ളം കൊണ്ടുള്ളതാണല്ലോ അരുവികൾ. നദിയാം നാലേ ബഹത്തെ, പിന്നെ ആരൊക്കെ? നദിയാം നദികൾ, നാലേ തോടുകൾ, ഇവയെല്ലാം ബഹത്തെ ഒഴുകുന്നത്. അപ്പം വെള്ളത്താൽ തന്നെയാണ് ആരൊക്കെ ഒഴുകുന്നത്? ചർനെ, നദിയാം, നാലേ. നെക്സ്റ്റ് വരിയിലേക്ക് വരുമ്പോൾ താൽ തലയ്യ ചീൽ സരോവർ പാനി സേ ഭർ രഹത്തെ. താൽ തലയ്യ കുളങ്ങളാണ്, തലാബാണ്. ചീല് തടാകങ്ങളാണ്. സരോവർ പൊയ്കകളും. പാനി സേ ഭർ രഹത്തെ വെള്ളത്താൽ നിറഞ്ഞതാണ്. അപ്പം വെള്ളത്താൽ നിറഞ്ഞതാണ് എന്തൊക്കെ? താല് തലയ്യ, ചീല്, സരോവർ, ഇവയെല്ലാം പാനി സേ ഭർ രഹത്തെ, ഇവയെല്ലാം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഒഴുകിപ്പോകുന്നത് ഏതൊക്കെയാണ്? വെള്ളത്താൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ചർനെ അരുവിയുണ്ട്, നദികളുണ്ട്, നാലെ തോടുണ്ട്. ഇവയ്ക്ക് എന്താ സംഭവിക്കുന്നത്? ബഹത്തെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിറഞ്ഞു കിടക്കുന്നത് എന്തൊക്കെയാണ്? താല് തലയ കുളങ്ങളുണ്ട്, ചീല് തടാകങ്ങളുണ്ട്, സരോവർ പൊയ്കകളുണ്ട്. ഇവയെല്ലാം പാനി സേ ഭർ രഹത്തെ വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു. പാനി സേ ഹി ബഹത്തെ ചർനെ വെള്ളത്താൽ തന്നെ ഒഴുകുന്നതാണ് അരുവി. നദിയാം നാലെ ബഹത്തെ നദികളും തോടുകളും ഒഴുകുന്നു. എന്നാൽ താല് തലയ്യ കുളവും, ചീല് തടാകവും, സരോവർ പൊയ്കയും പാനി സേ ഭർ രഹത്തെ വെള്ളത്താൽ നിറഞ്ഞു നിൽക്കുന്നു. മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് പോകുമ്പോൾ പാനി സേ ഹി ഫസലേം ഉഗതീം ഹർ വൻ ഉഭവൻ ഫൽത്താ പാനി സേ ഹി ഇസ് വസുധാ പർ സബ്കാ ജീവൻ ചൽത്താ. എന്താ പറഞ്ഞിരിക്കുന്നത്? പാനി സേഹി വെള്ളത്താൽ തന്നെയാണ്, ഫസലേം ഉഗത്തി വിളവുകളും ഉണ്ടാകുന്നത്. കൃഷിപ്പാടങ്ങളിൽ നെല്ല് പോലെയുള്ള കൃഷികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? പാനി സേഹി വെള്ളത്താൽ തന്നെയാണ്. ഹർ വന് ഉപവന് ഫൽത്ത ഓരോ വനവും, ഉപവന് ഫൽത്ത ഉപവൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, വൻ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, കാടുകളും പൂന്തോട്ടവും, ഫൽത്ത തഴച്ച് വളരുന്നതും എന്തുകൊണ്ടാണ്? ഫൽത്ത എന്ന് പറഞ്ഞാൽ തഴച്ച് വളരുക എന്നുള്ളൊരർത്ഥമാണ്. വെള്ളത്താലാണ്. അപ്പോൾ വിളവുകൾ ഉണ്ടാകുന്നതും കാടും പൂന്തോട്ടവും ഒക്കെ തഴച്ച് വളരുന്നതും എന്തുകൊണ്ടാണ്? പാനീസേ വെള്ളത്താൽ തന്നെയാണ്. പാനീസേഹി വെള്ളത്താൽ തന്നെയാണ്. ഇസ് വസുധാ പർ വസുധ ഭൂമി, ഈ ഭൂമിയിൽ സബ്കാ ജീവൻ ചൽത്ത എല്ലാവരുടെ ജീവിതവും കടന്നു പോകുന്നത്. പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതവും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പാനിയെ ആശ്രയിച്ചിരിക്കുന്നു, വെള്ളത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഈ സ്റ്റാൻസകളിലൂടെ കണ്ട എന്താണ്? ഫസൽ എന്ന് പറഞ്ഞാൽ വിളവാണ്, ഉപവൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടമാണ്, വസുധ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അപ്പോൾ പാനി സേഹി ഫസലേ മുഖത്തി വെള്ളം കൊണ്ട് തന്നെയാണ് വിളവുകൾ ഉണ്ടാകുന്നത്. ഹർ വൻ ഉപവൻ ഫൽത്ത ഓരോ കാടുകളും പൂന്തോട്ടങ്ങളും തഴച്ചു വളരുന്നത് പാനി കൊണ്ട് തന്നെയാണ്. പാനി സേഹി വെള്ളത്താൽ തന്നെയാണ്. ഈ സ്വസുധാ പർ ഈ ഭൂമിയിന്മേൽ സബ്കാ ജീവൻ ചൽത്ത എല്ലാവരുടെ ജീവിതവും മുന്നോട്ട് പോകുന്നത്, എല്ലാവരുടെ ജീവിതവും ആശ്രയിച്ചിരിക്കുന്നത് വെള്ളത്തെയാണ്. അപ്പോൾ നമുക്കിവിടെ എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? വെള്ളമില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയുകയില്ല. ജീവജാലങ്ങൾക്ക്, ജീവജന്തുക്കൾക്കെല്ലാം പാനി അത്രയ്ക്കും അത്യാവശ്യമായ ഒന്നാണ്. അടുത്ത സ്റ്റാൻസയിലേക്ക് പോകുമ്പോൾ ആവോ ബച്ചത്ത് കരേം പാനിക്ക് പാനി ഉത്തമ ധൻ ഹേ പാനി സേ ഹി യഹ് ജഗ് സുന്ദർ പാനി സേ ജീവൻ ഹേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആവോ വരൂ, ബച്ചത്ത് കരേം നമുക്ക് രക്ഷിക്കാം, പാനിക്ക് വെള്ളത്തെ, വരൂ നമുക്ക് സംരക്ഷിക്കാം വെള്ളത്തെ, പാനി ഉത്തമ ധൻ ഹേ വെള്ളം അമൂല്യമായ ഒരു ധനമാണ്, ഉത്തമമായ ഒരു സമ്പത്താണ് വെള്ളം. പാനി സേഹി യഹ് ജഗ് സുന്ദർ വെള്ളത്താൽ തന്നെ ഈ ലോകം സുന്ദരമാകുന്നു. പാനി സേ ജീവൻ ഹേ ജലം തന്നെയാണ് ജീവിതവും. അപ്പോൾ എന്താ പറഞ്ഞത്? നമുക്ക് ജീവിക്കണമെങ്കിൽ വെള്ളം വേണം, ജലത്തെ നമ്മൾ സംരക്ഷിക്കൂ. ജലം ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ വെള്ളം ഉത്തമമായിട്ടുള്ള ഒരു ധനമാണ്. അപ്പം നിങ്ങൾക്ക് പോസ്റ്ററിലൊക്കെ എഴുതാൻ പറ്റിയ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? എന്താണ്? പാനി ഉത്തമ ധനിഹേ. നമുക്കൊരു സെൻറ്റൻസ് കൊടുത്തൂടെ? വെള്ളം ഉത്തമമായ ഒരു ധനമാണ്. അതുപോലെ ആവോ വരൂ, ബച്ചത്ത് കരേം പാനി വെള്ളത്തെ രക്ഷിക്കൂ അല്ലെങ്കിൽ സംരക്ഷിക്കൂ. പാനി സേ ജീവൻ ഹേ, എന്നെന്താ? വെള്ളം എന്ന് പറയുന്നത് ജീവിതമാണ്.
ജഗ് സുന്ദർ, ജഗ് എന്ന് പറഞ്ഞാൽ ലോകം. അപ്പം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആവൂ വരൂ, ബച്ചത്ത് കരയും രക്ഷിച്ചാലും, പാനിക്ക് വെള്ളത്തെ, അല്ലെങ്കിൽ വരൂ രക്ഷിക്കാം, നമുക്ക് സംരക്ഷിക്കാം വെള്ളത്തെ. പാനി ഉത്തമ ധനഹേ, പാനി ജലം, വെള്ളം ഉത്തമമായ ഒരു ധനമാണ്. പാനി സേ ഹി യഹി ജഗ് സുന്ദർ, വെള്ളത്താൽ ഈ ലോകം സുന്ദരമാകുന്നു. പാനി സേ ജീവൻ ഹേ, വെള്ളം തന്നെയാണ് നമ്മുടെ ജീവിതവും. അപ്പോൾ നമ്മൾ 5ാമത്തെ യൂണിറ്റിലെ പാനി എന്ന് പറയുന്ന ഒരു കവിതയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുക. നമുക്ക് താങ്ക് യു.